ബിൽഡിംഗ് ഡോക്ടർ ഹണികോംബ് സീലർ എന്നത് കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർക്കാതെ തന്നെ കോൺക്രീറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹണികോംബുകൾ ശരിയാക്കുന്ന ഗ്രൗട്ട് ആൻഡ് മിക്സറാണ്. ബിൽഡിംഗ് ഡോക്ടർ ഹണികോംബ് സീലറിന്റെ പ്രത്യേകതകൾ: ചെറിയ സുഷിരങ്ങളിൽ പോലും കയറാനുള്ള കഴിവ്, വിള്ളലുകൾ ഏർപ്പെടുന്നില്ല, ചെറിയ സുഷിരങ്ങൾ പോലും അടയ്ക്കുന്നു, പണം ലാഭിക്കാൻ സാധിക്കുന്നു, ജോലി എളുപ്പമാക്കുന്നു. വാട്ടർ ടാങ്ക്, സമ്പ്, അണ്ടർഗ്രൗണ്ട്, സ്വിമ്മിംഗ് പൂൾ, സേഫ്റ്റി ടാങ്ക് മുതലായ സ്ഥലങ്ങളിൽ ഏർപ്പെടുന്ന ഹണികോംബ് എല്ലാം ശരിയാക്കി വാട്ടർ ലീക്കേജ് തടയുന്നു. ബിൽഡിംഗ് ഡോക്ടർ ഹണികോംബ് സീലർ ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ തയ്യാറാക്കി വെക്കണം. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കാം. വാട്ടർ ലീക്കേജ് അല്ലെങ്കിൽ ഹണികോംബ് സംഭവിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ഭാഗങ്ങളിൽ യന്ത്ര സഹായത്തോടുകൂടി ഹോൾ ഇടണം. ഹോൾ ഇട്ട ഭാഗങ്ങളിൽ സിമന്റിന്റെ പൊടി ഇല്ലാത്തതുപോലെ യന്ത്ര സഹായത്തോടുകൂടി വൃത്തിയാക്കിയെടുക്കണം. ആ ഹോളിൽ PVC നോസിലുകൾ ബിൽഡിംഗ് ഡോക്ടർ ഇൻസ്റ്റാന്റ് സ്റ്റോപ്പ് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യണം. ബിൽഡിംഗ് ഡോക്ടർ ഇൻസ്റ്റാന്റ് സ്റ്റോപ്പ് നന്നായി ഉണങ്ങാൻ അനുവദിക്കുക. 50 കിലോയുള്ള സിമന്റ് ചാക്കിന് 225 ഗ്രാം ഉള്ള ഹണികോംബ് സീലർ ഉപയോഗിച്ച് അതിൽ ആവശ്യമുള്ള ജലം ഒഴിക്കുക. 140 PSI പ്രഷറുള്ള പ്രഷർ ഗ്രൗട്ടിംഗ് മെഷീന്റെ സഹായത്തോടുകൂടി PVC നോസിലിൽ ഹണികോംബ് സീലർ സ്ലറി ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യണം. ഉള്ളിലേക്ക് ഒഴിച്ച ഹണികോംബ് സീലർ സ്ലറി പുറത്തേക്ക് വരാതിരിക്കാൻ ബിൽഡിംഗ് ഡോക്ടർ ഇൻസ്റ്റാന്റ് സ്റ്റോപ്പ് ഉപയോഗപ്പെടുത്തണം. ഉള്ളിലേക്ക് ഒഴിച്ച ബിൽഡിംഗ് ഡോക്ടർ ഹണികോംബ് സീലർ 24 മണിക്കൂർ ഉണങ്ങിയതിനു ശേഷം PVC നോസിലുകൾ പുറത്തേക്ക് എടുക്കണം. PVC നോസിലുണ്ടായിരുന്ന ഹോളുകൾ ബിൽഡിംഗ് ഓൾറൗണ്ടർ അപ്ലൈ ചെയ്ത് നന്നായി തേക്കണം. ബിൽഡിംഗ് ഡോക്ടർ ഹണികോംബ് സീലറിന്റെ പ്രത്യേകത ഒരു പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ബിൽഡിംഗ് ഡോക്ടർ ഹണികോംബ് സീലർ അധിക ഫ്ലോയബിലിറ്റി ഉള്ളതുകൊണ്ട് കോൺക്രീറ്റ് ജെല്ലികൾക്കിടയിലേക്ക് കടന്ന് ഹണികോംബ് എല്ലാം ശരിയാക്കുന്നു. ഇത് കോൺക്രീറ്റ് ഭാഗങ്ങൾക്ക് മാത്രം അനുയോജ്യമായ ഒന്നാണ്. ബിൽഡിംഗ് ഡോക്ടർ ഹണികോംബ് സീലറിന്റെ പോട്ട് ലൈഫ് എന്നത് ടെമ്പറേച്ചർ കൂടാതെ സൈറ്റ് കണ്ടീഷൻ അനുസൃതമായി മാറ്റങ്ങൾക്ക് ഉൾപ്പെട്ടതാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്.